ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൻ്റെ ABS വർക്ക് ചെയ്യുന്നത് ഏറെക്കുറെ 80 കിലോമീറ്റർ സ്പീഡിൽ പോയതിന് ശേഷമാണെന്ന് കുറേ കമൻസ് ഞാൻ കണ്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് പേരുടെയെങ്കിലും മനസ്സിൽ കാണുമായിരിക്കും ഒരു 80 കിലോമീറ്റർ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ പോയാൽ മാത്രം വാഹനത്തിൻ്റെ ABS അഥവാ ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം വർക്ക് ചെയ്യത്തുള്ളൂ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ശരിയായ ധാരണയാണോ തെറ്റായ ധാരണയാണോ? ഇതാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ ABS എന്താണെന്നുള്ളത് വ്യക്തമാക്കി തരാം. ABS എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഡൻ ബ്രേക്ക് ചെയ്യുമോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, സഡൻ തന്നെ ആകണമെന്നില്ല, ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടയർ ലോക്കായി പോയി കഴിഞ്ഞാൽ 100% ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ ലോക്ക് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാക്ഷൻ കിട്ടാതെ വരുമ്പോൾ, ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പിടുത്തം. നമ്മുടെ വാഹനം ഒരു ടാറിട്ട റോഡിൽ കൂടെ ഓടുന്ന സമയത്ത് 4 ടയറിലും ഒരുപോലെ പിടുത്തമായിരിക്കും. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ABS വർക്ക് ചെയ്യത്തില്ല. നോർമൽ എല്ലാ ടയേഴ്സിനും പിടുത്തം വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ബ്രേക്ക് കിട്ടുന്നതായിരിക്കും. ABSൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്യില്ല, അത് 100% ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, ഈ വാഹനം നമ്മൾ റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ, നമുക്ക് ജസ്റ്റ് എക്സാമ്പിൾ എടുക്കാം. ലെഫ്റ്റ് സൈഡിലെ 2 ടയറുകൾ, ഫ്രണ്ട് ലെഫ്റ്റ് സൈഡും ബാക്ക് ലെഫ്റ്റ് സൈഡും ഒരു ചരലുള്ള ഭാഗത്ത് അല്ലെങ്കിൽ കുറച്ച് റോഡ് സൈഡിൽ കുറച്ച് മണ്ണുണ്ടായിരുന്നു. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തു. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ടാറും പുറത്തായതുകൊണ്ട് ഒരു കാരണവശാലും സ്ലിപ്പ് ആകത്തില്ല. അതായത് റൈറ്റ് സൈഡിൽ 2 ടയേഴ്സും സ്ലിപ്പ് ആകത്തില്ല. ലെഫ്റ്റ് സൈഡിൽ അതേ സ്ഥാനത്ത് വാഹനം റോഡിൻ്റെ പുറത്ത്, അതായത് റോഡിൽ ഈ മണ്ണ് കിടക്കുന്നുള്ളതുകൊണ്ട് ബ്രേക്ക് നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ആ ടയർ മാത്രം ലോക്കായി പോകും. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോഴത്തേക്കും തെന്നിപ്പോകുന്ന സർഫസ് ആണെന്നുണ്ടെങ്കിൽ ലോക്കായി പോകും. അതായത് ടയർ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ തെന്നിപ്പോവും. ഇങ്ങനെ തെന്നിപ്പോയാൽ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് വാഹനം സ്റ്റീർ ചെയ്യാൻ സാധിക്കത്തില്ല. അതായത് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ സ്റ്റീർ ചെയ്യാൻ സാധിക്കത്തില്ല. ഈ ടയർ നിന്ന് പോകുന്ന സമയത്ത് റൈറ്റ് സൈഡ് കറങ്ങുന്നതിൻ്റെ ഫലമായിട്ട് വാഹനം ചിലപ്പോൾ ലെഫ്റ്റിലോട്ട് വലിച്ചുകൊണ്ട് പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ചിന്തിക്കുക. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒരു കാരണവശാലും 80 കിലോമീറ്റർ സ്പീഡ് ആയിരിക്കണമെന്നില്ല. ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ആ വീഡിയോ ഇട്ടേക്കാം. നിങ്ങൾക്ക് കണ്ടു നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ചെറിയൊരു സ്പീഡിൽ, അതായത് വളരെ ചെറിയൊരു സ്പീഡിൽ 10 കിലോമീറ്റർ സ്പീഡിൽ ഞാൻ ABS വർക്ക് ചെയ്ത് കാണിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം മേളിൽ പിൻ ചെയ്തേക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഈ ടാറിൻ്റെ പുറത്ത് ഈ മണലുള്ളത് കൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ ടയർ ലോക്കാവും, സ്റ്റക്കായി തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടി. ഇതൊക്കെ വെറും ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നടക്കുന്നതാണ്. ഈ ടയർ ലോക്കായെന്നുള്ളത് ഓരോ വീലിലും ഓരോ സെൻസർ വരുന്നുണ്ട്. അതായത് ടയറിൻ്റെ സ്പീഡ് അറിയാൻ വേണ്ടി ഓരോ വീൽസിലും സെൻസർ വരുന്നുണ്ട്. അതായത് വീൽ സ്പീഡ് സെൻസർ ഓരോ ടയേഴ്സിലും വരുന്നുണ്ട്. ആ ഓരോ ടയേഴ്സിൻ്റെ സിഗ്നൽ ചെന്ന് കയറുന്നത് നമ്മുടെ ECMലോട്ടാണ്. അപ്പോൾ ECM ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. വാഹനത്തിൻ്റെ ഏതൊക്കെ ടയറാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വർക്കായിക്കൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ടയറിൻ്റെ സ്പീഡ് കുറയുന്നു, ഇതെല്ലാം സെൻസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ലെഫ്റ്റിലെ 2 സൈഡിലെയും ടയേഴ്സ് ലോക്ക് ആയതിൻ്റെ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു. ഇതൊക്കെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്. ഇങ്ങനെ അടിക്കുന്നതിന് മുമ്പ് അവിടെ ചെന്ന് കഴിഞ്ഞു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറും ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ ഈ സിഗ്നലിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അത് ABSൻ്റെ മൊഡ്യൂളിലോട്ടൊരു സിഗ്നൽ കൊടുക്കും. വർക്കാക്കിച്ചോ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ബാക്ക് ലെഫ്റ്റും ഫ്രണ്ട് ലെഫ്റ്റിലോട്ടും ബ്രേക്ക് വിട്ട് പിടിക്കണമെന്നുള്ളത്. അപ്പം ഉടനെ ഇത് ബ്രേക്ക് വിടും. ലെഫ്റ്റ് സൈഡിലെയും ബാക്ക് ലെഫ്റ്റും ഫ്രണ്ട് ലെഫ്റ്റിലെയും ബ്രേക്ക് വിടും. അങ്ങനെ വിട്ടു പിടിക്കും. ഇങ്ങനെ വിട്ട് പിടിക്കുന്നതിനെയാണ് ABS എന്ന് പറയുന്നത്. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? സ്ലിപ്പിംഗ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് 80 കിലോമീറ്റർ സ്പീഡിൽ നടക്കുന്ന ഒരു കഥയൊന്നുമല്ല. 10 കിലോമീറ്റർ സ്പീഡ് നിങ്ങളുടെ വാഹനം ഉള്ളൂ എങ്കിലും ആ ഒരു കിലോമീറ്ററിൽ പോലും നിങ്ങളുടെ വാഹനം സ്കിഡായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഫംഗ്ഷൻ വർക്ക് ചെയ്തിരിക്കും. ABS എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിൽ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. ഇപ്പം വരുന്ന പുതിയ മോഡൽ വാഹനത്തിൽ ട്രാക്ഷൻ കൺട്രോളും കൂടെ ഉള്ളതുകൊണ്ട് ആ ഒരു യൂണിറ്റ്, അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്തില്ലെങ്കിൽ പോലും ഫോഴ്സ് വെച്ച് കണ്ടുപിടിച്ച് ഇത് ബ്രേക്കിംഗ് ചെയ്യുന്നൊരു പരിപാടിയും വന്നു തുടങ്ങുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. പക്ഷേ ABS എന്താണെന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കണം. ഒരു കാരണവശാലും അത് 80 കിലോമീറ്റർ പോകുമ്പോഴല്ല വർക്ക് ചെയ്യുന്നത്. അതിപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക. 40 കിലോമീറ്ററിലും വർക്ക് ചെയ്യും, 20 കിലോമീറ്ററിലും വർക്ക് ചെയ്യും, 10 കിലോമീറ്ററിലും വർക്ക് ചെയ്യുന്നുള്ളൊരു കാര്യം ഞാൻ തെളിയിച്ചിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഇതിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് കൂടി ഇട്ടേക്കുക.